നമസ്കാരം. ഇന്ന് ഒരു രാഷ്ട്രീയ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇടതുമുന്നണി ഭരണത്തിലേക്കോ എന്നതാണ് വിഷയം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏതാണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാർച്ച് അവസാനത്തോടുകൂടി തന്നെ പ്രോട്ടോകോളും നിലവിൽ വരും. 10 വർഷമായി ഭരണ തുടർച്ചയിൽ ഏർപ്പെട്ടിരുന്ന പിണറായി സർക്കാർ തുടർ ഭരണത്തിലേക്ക് പോകുമോ എന്നതാണ് ചർച്ചാ വിഷയം. എന്നാൽ ക്ഷേമ പെൻഷനും മറ്റു വികസന കാര്യങ്ങളിലും പിണറായി സർക്കാർ മുൻപന്തിയിൽ തന്നെയാണെങ്കിലും അടുത്തിടെ ഉണ്ടായ ചില വിഷയങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ശബരിമല പ്രശ്നവും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളും ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റിയോ എന്ന ഒരു സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. അടിസ്ഥാന വികസന കാര്യങ്ങൾ, സാധാരണ റോഡ് വികസനമായാലും പെൻഷൻ കാര്യങ്ങളായാലും ഒക്കെ തന്നെ സർക്കാർ മുൻപന്തിയിലാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം ഇത്തരം വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിലെ പ്രചരണ രംഗത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ എത്തിയോ എന്നുള്ളതൊരു സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ശതമാനം കുറവായിരുന്നെന്നും, അതായത് പല മുനിസിപ്പാലിറ്റികളിലും UDF ഭരണം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ UDF ആകട്ടെ ശക്തമായ പ്രചരണത്തിലൂടെ ഇപ്പോൾ തന്നെ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവർ UDFന് 100-90 ഇടയിൽ സീറ്റ് കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭരണ തുടർച്ച ഉണ്ടാകുകയില്ലെന്നും, അതായത് ശക്തമായി കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF തിരിച്ചു വരുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിരിക്കുന്നത്. വൻ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. കാരണം 90 സീറ്റോളം അവർ നേടുകയും LDFന്റെ പല കുത്തക സീറ്റുകളിലും അവർക്ക് മേൽക്കോയ്മ നേടാൻ കഴിയുമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. ഏതാണ്ട് മാർച്ച് അവസാനമാകുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിക്ചർ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെയാണ് NDAയുടെ കാര്യം. NDAക്ക് രാഷ്ട്രീയ നിരീക്ഷകരുടെ അവർ കരുതുന്ന പോലെ വൻ വോട്ട് വർധനവ് ഇപ്രാവശ്യം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. നേമം പോലെയുള്ള ചില മണ്ഡലം, തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങൾക്കും അവർക്ക് മേൽക്കോയ്മ നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതേപോലെ കാസർഗോഡ് തുടങ്ങിയ മേഖലകളിൽ അവർക്ക് ഇപ്പോൾ തന്നെ വോട്ടിംഗ് നില വൻ കുതിപ്പാണ് ഉണ്ടാകിയിരിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കൂടുമെങ്കിലും നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത് 3 സീറ്റോളം നിയമസഭയിൽ BJP നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് NDAയുടെ പ്രചരണത്തിന് മോഡി തന്നെ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നും ഒക്കെയുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ LDFൽ നിന്നും NDA പിടിച്ചെടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വോട്ടിംഗ് നിലയിലൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് LDFന്റെ ഒരു 3ാം ഭരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. എന്നാൽ UDFന് ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം വിലയിരുത്തപ്പെടുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, UDFനുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ശക്തമായിട്ട് തന്നെ UDF തിരിച്ചു വരുമെന്നാണ് ഒരു വിഭാഗം വിലയിരുത്തപ്പെടുന്നത്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും കരുതപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് LDFനും UDFനും ഭീഷണിയായി വൻ വോട്ട് നേടാൻ വേണ്ടി NDAയും ശക്തമായ മത്സര രംഗത്താണുള്ളത്. ഏതായാലും ഈ വരുന്ന ഏപ്രിൽ മാർച്ച് ഇങ്ങനെ ഈ സമയത്താണ് ഏകദേശം എന്തായാലും
തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അവരുടെ സീറ്റ് ചർച്ചകളിൽ സജീവമായി നടക്കുകയാണ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു ഭാഗത്ത് ജോസ് കെ മാണിയുടെയും അതേപോലെ മറ്റുള്ള വിഭാഗങ്ങളുടെയൊക്കെ അതായത് സംസ്ഥകളുടെയൊക്കെ പിന്തുണ നേടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അതായത് ജാതി സംഘടനകളായ അത് സംസ്ഥയുടെയൊക്കെ പിന്തുണ നേടാൻ വേണ്ടിയുള്ള നട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നട്ടോട്ടത്തിലാണ്. സംസ്ഥ എന്ന് പറയുമ്പോൾ EK വിഭാഗം നയിക്കുന്ന സംസ്ഥയും AP വിഭാഗം നയിക്കുന്ന സംസ്ഥയും ഒരു ഭാഗത്തുണ്ട്. അവരുടെ സമ്മേളനമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥയുടെ സമ്മേളനത്തിൽ പിണറായി വിജയൻ തന്നെയാണ് പങ്കെടുത്തതെങ്കിലും അവരുടെ വോട്ട് ആർക്കാണെന്നുള്ള നിലപാടിൽ അവർ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ഇതൊക്കെ തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുൻകാലങ്ങളിലുള്ള നീക്കുപോക്കുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീക്കുപോക്കുകൾ നടത്തിയിരുന്നെങ്കിലും ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി ആരെ പിന്തുണയ്ക്കും എന്നത് അവരൊരു വലിയ ഘടകമൊന്നും അല്ലെങ്കിൽ കൂടി കേരളത്തിൽ അവരാരെ പിന്തുണയ്ക്കും എന്നതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. കാരണം ഈ മാർച്ച് ഏപ്രിലാണല്ലോ തിരഞ്ഞെടുപ്പ് ഏകദേശം പ്രഖ്യാപിക്കുക. അപ്പോൾ നമുക്ക് ആ വിഷയവുമായി പിന്നൊരു വീഡിയോയുമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ തന്നെ ഒന്ന് പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കൂട്ടലും കിഴിക്കലിലുമാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ 90 സീറ്റ് UDF നേടുമെന്നും LDF അതിനടുത്തേക്ക് വരുമെന്നും ഒക്കെയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ NDAയും അതിശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുകയാണെന്നാണ് പറയാനുള്ളത്.